കേരളത്തിലെ രാഷ്ട്രീയം മാറുകയാണ് അതിന്. ഇപ്പോൾ 80, 90, 70 കാലഘട്ടങ്ങളിലെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കെ കരുണാകരനും അതേപോലെ ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ EMSഉം VS അച്യുതാനന്ദനും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ആതിരയുടെ തലമുറയിൽപ്പെട്ടവരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ പുതിയ ജെൻസി തലമുറകൾ ഇഷ്ടപ്പെടുന്നത് അവരെ ആരെയുമല്ല, അവരുടെ കാഴ്ചപ്പാടുകളല്ല, അവരുടെ നിലപാടുകളല്ല, അവരുടെ പ്രവർത്തന രീതികളൊന്നും തന്നെയല്ല. അവർ ഇഷ്ടപ്പെടുന്നത് ഷാഫിയെ പോലെ അതല്ലെങ്കിൽ എം സ്വരാജിനെ പോലെയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കും ജെൻസികൾക്ക് അത്തരത്തിൽ? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കാര്യം കാണുന്നത്. ഷാഫി പറമ്പിലിനും എം സ്വരാജിനും പുതുതലമുറയിൽപ്പെട്ട ജെൻസികൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണ്. അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ചർച്ചകൾ കമന്റ് ബോക്സുകളിൽ കുഴക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനും എം സ്വരാജിനും എന്തുകൊണ്ട് ജെൻസികൾക്കിടയിൽ ജനപ്രീതി കൂടുന്നു? ഒന്നാമത്തെ ഒരു വിഷയം, നമ്മുടെ നിയമസഭ വരാൻ പോവുകയാണ്. അപ്പൊ 10 വർഷത്തെ തുടർഭരണമായിരുന്നു. ഏതൊരു സ്വാഭാവികമായി ഇപ്പൊ കുറെ അധികം ആൾക്കാരുടെ വോട്ട്, ജെൻസികളുടെ കുറെ കാലമാണ്, ജെൻസികളുടെ വോട്ട് കൊണ്ട് കുറെ അധികം മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നൊരു കാലമാണ്. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഭരണം മാറണം. മാറുന്ന ഒരു സമയത്ത് പകരം ആര് മുഖ്യമന്ത്രി ആകുമെന്നൊരു ചോദ്യമുണ്ട്. മുന്നണി മാറ്റമാണോ ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ മാറ്റമാണോ അതോ മുഖ്യമന്ത്രി മാറ്റമാണോ? മുഖ്യമന്ത്രി മാറ്റമാണ് കൂടുതൽ ജെൻസികളും ആവശ്യപ്പെടുന്നത്. അവർക്ക് പാർട്ടി താല്പര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മുഖ്യമന്ത്രിയോട് ഒരു താല്പര്യക്കുറവ്. പകരം ആര് മുഖ്യമന്ത്രി ആകണമെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എം സ്വരാജിനോടൊപ്പം ഒരു പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ശൈലജ ടീച്ചറിന്റെ. ശൈലജ ടീച്ചർ അല്ലാതെ ആരാണെന്ന് ചോദിക്കുമ്പോൾ എം സ്വരാജിന്റെ പേര് പറയുന്നു. പിന്നെ പറഞ്ഞു കേട്ടതാണ് ഷാഫി പറമ്പിലെന്ന്. സ്വരാജും ശൈലജ ടീച്ചറിനെ നമുക്കറിയാം, കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. പക്ഷെ ഒരു യുവത്വം നിറഞ്ഞ അല്ലെങ്കിൽ ഷാഫിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ ജെൻസികൾ പറയുന്നുണ്ട് എങ്കിൽ അതിനകത്ത് പ്രധാനമായൊരു പറയുന്നത് ഗ്രൗണ്ട് പൊളിറ്റിക്സ്. കോൺഗ്രസിനകത്തിൽ മറ്റ് നേതാക്കൾക്കാർക്ക് ഇല്ലാത്ത ഒരു കാര്യം ഷാഫിക്കുണ്ട്. ഗ്രൗണ്ട് പൊളിറ്റിക്സ് നന്നായിട്ട് ഷാഫിക്ക് അറിയാം. അതെ, കൃത്യമായി. അതായത് ഞാനും ആതിരയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അല്ലെങ്കിൽ സീനിയർ നേതാക്കൾക്ക് ഒന്നുമില്ലാത്ത ഒരു വലിയ കപ്പാസിറ്റി കോൺഗ്രസിനകത്തും ജനങ്ങൾക്കിടയിലും ഒരു മാസ് ക്രൗഡ് പുളർ എന്ന നിലയിൽ കെവിൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാന്ന് തോന്നുന്നു. ഷാഫിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഷാഫിയെ വലിച്ചുകൊണ്ട് ഒരു അമ്മ. അതെ അതെ അതെ, കൃത്യമായി. ഞാനത് ഇന്നലെ നമ്മുടെ രാഹുൽ രവീന്ദ്രനുമായി സംസാരിച്ചു. അതായത് ഷാഫിയുമായിട്ട് മറ്റു ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയപരമായും വ്യക്തിപരമായിട്ടുള്ള എടുക്കുന്ന അഭിപ്രായങ്ങളിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്രതികരിക്കാതെ അവിടെ ഇവിടെയും തൊടാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് പറ്റിയ രീതിയല്ല എന്നുള്ള എന്റേതായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അദ്ദേഹത്തെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായി പറ്റുന്ന ചർച്ചയിൽ ഞാൻ ഇത് പറഞ്ഞിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം, അദ്ദേഹത്തിന് അത് ഇഴകി പ്രവർത്തിക്കണം. അല്ലാതെ പപ്പടം എടുത്ത് മാറ്റിവെക്കുകയും ഇപ്പോൾ ആതിരയ്ക്ക് കൈ വന്നതിന് ശേഷം സാനിറ്റൈസർ ഇട്ട് കൈ കഴുകുകയും ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരിക്കലും കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത്തരക്കാർക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ അങ്ങനല്ല. ആ വീഡിയോയിൽ കൃത്യമായി കാണാം, ഷാഫി വന്നു എന്നും പറഞ്ഞൊരു അന്മ. ഞാൻ നോക്കിയപ്പോൾ മറ്റേ ടണലിനകത്തൂടെ ഒക്കെ പോകുന്നത് പോലെ ഒരു ഗില്ല് കഴിഞ്ഞു, ഗ്രില്ലിനകത്തൂടെ ഒരു ഹോട്ടലാണ്. അവർക്കുള്ള ഒരു കോൺഫിഡൻസ് കണ്ടോ? ഈ ഒരു കാലത്ത് ഏത് MBA വലിച്ചുകൊണ്ട് കയ്യിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് ഓടാനുണ്ട് ധൈര്യം ഉണ്ടാവും. ഈ പറയുന്ന സുരേഷ് ഗോപി വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും ഒരു ആൾക്കാര്. അല്ല, ആ ഒരു കോൺഫിഡൻസ് അവർക്ക് അവർ കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ തന്നെ ആയിരിക്കും. ഇവരൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയമുള്ള ആൾക്കാർ. ഹോട്ടലിനകത്തൂടെ, ഹോട്ടലിന്റെ പുറകുവശത്തൂടെ അതുവഴി നേരെ ചെന്ന് കയറുന്നത് ഒരു വീടിനകത്തേക്കാണ്. വീടിനകത്തേക്ക് ചെന്ന് കയറി ഷാഫി വന്നു, ഷാഫി വന്നു, ചേച്ചി ഷാഫി വന്നു. അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ വലിയ ഘടകമാണ്. അതേപോലെ തന്നെ പാലക്കാട് തേരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാനൊക്കെ ആ വാർത്തയിൽ നോക്കിക്കൊണ്ടിരുന്നത്, ഒരു ഘട്ടത്തിൽ നോക്കിക്കൊണ്ടിരുന്നത് ഷാഫിയും രാഹുലും ഒരുമിച്ച് കൂട്ടിമുട്ടുമോ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഷാഫി എല്ലാ ജാതിമത ഭേദമന്യേ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിനോടുണ്ടെങ്കിലും ആൾക്കാരിലേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതുമായി പാലക്കാട് രാഹുൽ വന്നിട്ട് ഇപ്പോഴും പല ആൾക്കാർ ഷാഫി എന്ന് പറഞ്ഞു. അതെ, ഷാഫിയിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ ഷാഫി എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലിന്റെ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആ ന്യൂജൻ വൈബ് ഉണ്ട്. ഷാഫി എവിടെ ചെന്നാലും പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇടി കൊടുക്കുന്നത്. അതെ, ബാക്കി എല്ലാവരും കോൺഗ്രസ്സുകാരാണെങ്കിൽ ചെല്ലുക, തോളത്ത് തട്ടുക, രമേശ് ചെന്നിത്തലാണെങ്കിൽ തോളത്ത് തട്ടി കൈയൊക്കെ കൊടുത്ത് ചിരിച്ച് അവരുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഒരു സോപ്പ് ടൈപ്പ് പരിപാടിയാണ്. പക്ഷെ അങ്ങനല്ല, ജെൻസികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഹൈഫൈ കൊടുക്കുക, ഇങ്ങനെ മുട്ടുക. ഈ ലോക്സഭാ പ്രചരണ വേളയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോമ്രേഡുകൾ പറഞ്ഞ് കേട്ടൊരു വിമർശനം എന്ന് പറയുന്നത്, ഈ കാണുന്ന കൂട്ടമൊക്കെ ജെൻസി പിള്ളേരാണ്, ഈ 10ഉം 12ഉം വയസ്സുള്ള പിള്ളേരൊക്കെ ഷാഫിക്ക എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ അങ്ങ് ജയിക്കാൻ പോവാണോ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ തട്ടുവിട്ട ആൾക്കാരാണ്, ഇതൊക്കെ പുള്ളിയുടെ അല്ലാത്ത ഇൻഫ്ലുവൻസ് കൊണ്ട് വന്ന ആൾക്കാരാണ്. അന്ന് ഷാഫി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു,
ഈ പറഞ്ഞ പിള്ളേരെന്ന് പറയുന്നത് എന്നും പിള്ളേരായിട്ടൊന്നും ഇരിക്കാൻ പോകുന്നില്ല. അതെ, അതെ. അടുത്ത ജനറേഷനാണ് ഇനി. ഷാഫിയിലൂടെ ചിലപ്പോ പാലക്കാട് വോട്ടുകൾ ചെയ്യില്ല എന്ന് പറയുന്ന ഒരുപാട് ജിൻസികളെ നമുക്കറിയാം. ആ ജിൻസികൾക്കെല്ലാം തന്നെ ഷാഫിയെ കണ്ടുകൊണ്ട് ഷാഫി അതിലേക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഷാഫി ഒരുക്കി കൊടുക്കുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും വോട്ട് ചെയ്യണമെന്നൊരു ചിന്ത കുട്ടികൾക്കിടയിൽ. കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ഉണ്ട്, ഷാഫി ഇങ്ങനെ മഴയത്ത് എവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ ഷാഫി ഷാഫി എന്നൊരു കൊച്ചുകുട്ടി വിളിക്കുന്നു. എന്തോ അത്ര നിഷ്കളങ്കമായ രീതിയിൽ പറയുക കാട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഷാഫിയെ പറ്റി എന്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ എം സ്വരാജിലേക്ക് വരുമ്പോൾ ജൻസികളെ ആകർഷിക്കുന്നത് എന്താണ് അതിനാ? അല്ല, അത് കുറെ അധികം വിമർശനങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് എം സ്വരാജ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഒരു എനിക്ക് തോന്നുന്നു താരതമ്യേനെ ഇവര് വന്നു കഴിഞ്ഞാൽ കൊള്ളാം. എനിക്ക് ആ ഒരു ചോയ്സ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഓപ്പൺ ആയിട്ട് അത്ര അഭിപ്രായങ്ങൾ എം സ്വരാജിന് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മാറ്റം വേണം, മാറ്റം അനിവാര്യമാണ്. ഇപ്പോഴത്തെ നേതാവിന് ഒരു തൃപ്തിയില്ല. മുന്നണി മാറി അല്ലെങ്കിൽ വീണ്ടും തുടർഭരണം വരികയാണെങ്കിൽ അദ്ദേഹത്തെ തന്നെ പരിഗണിക്കാതെ കുറച്ചുകൂടെ മാറ്റമുള്ള ശൈലജ ടീച്ചറിന്റെ പേരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എം സ്വരാജിന്റെ പേരാണ് പിന്നെ ഉയർന്നു കേട്ടത്. ബാക്കി നേതാക്കന്മാർ അവിടെ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അല്ലെങ്കിൽ എം സ്വരാജിന്റെ അപ്പുറത്തേക്കും കുറെ പാർട്ടി തീരുമാനിക്കാൻ പോകുന്ന കുറെ അധികം നേതാക്കന്മാർ അപ്പുറത്ത് ഇപ്പൊ സി രവീന്ദ്രനാഥ് കുറെ നാള് പുള്ളിയുടെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒക്കെ ഒരു കുറച്ചുകൂടെ വിദ്യാഭ്യാസ ആ ഒരു മേഖല ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല മനോഹരമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അടുത്ത മന്ത്രിസഭയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല ഒരു പൊസിഷൻ വർത്തമാന രാഷ്ട്രീയ കേരളത്തിൽ സി രവീന്ദ്രനാഥിനെ പോലുള്ളവരൊക്കെ മുഖ്യമന്ത്രിയാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല, ആ പുള്ളിയുടെ പേര് ഇപ്പൊ എന്തായാലും ജൻസികൾ ആരും പറഞ്ഞേക്കുന്നില്ല. ആ ഒരു കാലം അദ്ദേഹം മന്ത്രിസഭയിൽ ഇരുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. ജൻസികളുടെ അതിപ്രസരം നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ടാണ് അതിഭയങ്കരമായി ഈ നേപ്പാൾ ജൻസി കലാപമില്ലേ, അതിനുശേഷമാണ് ജൻസികൾക്കും ഇവിടെ സമരമുറകൾ അറിയാം. അവരുടെ സമരമുറകളെല്ലാം തന്നെ മറ്റു രീതിയിലാണ്. അവരെന്താണ് ടെക്നോളജികൾ അവർ പറയുന്നത് എന്തിനാണ് ഈ വിളിച്ചുകൂട്ടിയുള്ള യോഗങ്ങൾ, പോസ്റ്റർ ഒട്ടിക്കുന്നത്, സൂം മീറ്റിൽ ചർച്ചകൾ നടത്തുക, പോസ്റ്ററുകളെല്ലാം തന്നെ വാട്സപ്പ് വഴി അയക്കുക, അഭ്യർത്ഥനകളെല്ലാം തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലാക്കുക, അതായത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കമ്മ്യൂണിറ്റി കേന്ദ്രീകരിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുക. പക്ഷെ ജൻസികളെ മാത്രം നോക്കിക്കൊണ്ട് ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്താൻ സാധിക്കുമോ ഈ കാലഘട്ടത്തിൽ? പരമ്പരാഗത ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ എത്രയൊക്കെ ജൻസികൾക്ക് ഇതാ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടി മീറ്റിംഗിൽ പോയിട്ട് പറയാണ് ഇനി മുതൽ നമുക്ക് കോളാമ്പയിലൂടെയുള്ള പ്രസംഗം വേണ്ട, ഇനി ഇങ്ങനെ ഈ വാഹനത്തിലുള്ള പ്രസംഗങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗത രാഷ്ട്രീയം അനുസരിച്ച് ഇവിടെ ഒന്നും സാധ്യമാവുന്ന ഒരു കാര്യമല്ല. പോസ്റ്റർ ഒട്ടിച്ച് മൈദാമാവ് ബാക്കി വെച്ച് പൊറോട്ട അടിച്ച് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന് പറയുന്ന ഇലക്ഷനിലേക്ക് വരുമ്പോൾ ആ പോസ്റ്ററും മൈദാമാവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയപരമായുള്ള ചർച്ചകളും ചുവരെഴുത്തുകളും അതേപോലെ തന്നെ തോരണങ്ങളും ആ ആരവത്തിൽ അതാണ് അവരുടെ ആരവം. അവരുടെ യൂണിറ്റ് കണ്ടിട്ടാണ് വോട്ട് ബൂത്തിലേക്ക് ചെന്നിട്ട് എവിടെ അതെ ആ ആരവം മറ്റൊന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഉടനെ എങ്ങാനും ഷാഫിയുടെ അല്ലെങ്കിൽ അത് ആഗ്രഹമാണ്. ഷാഫിക്ക് നല്ലൊരു മന്ത്രിസഭ ആ ഒരു നേതൃത്വത്തിലേക്ക് വരണമെന്ന് ജൻസികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേതൃത്വം എന്തായാലും ഭരിക്കണം അല്ലെങ്കിൽ ഭരണസ്ഥാനത്തേക്ക് വരണമെന്നല്ല ആഗ്രഹിക്കുന്നത്. അപ്പൊ നിയമസഭ വരുമ്പോഴത്തേക്ക് ഷാഫിയെ പരിഗണിക്കുമെന്നൊരു പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം വോട്ടുകൾ കിട്ടിയാലോ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം എല്ലാവരുടെയും പരിഗണിച്ചേ പറ്റുള്ളല്ലോ. ജൻസികൾ ഷാഫിക്കും എം സ്വരാജിനും ഒപ്പം. അതെ.